അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടോ. നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇതുപോലെ ടൗണിൽ പോയതാണ്. ഒരു കാർഡ് റീഡറാണ്, അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ നേരെ നമ്മളുടെ ചായയും 2 ചായയും അതുപോലെ തന്നെ ചിക്കൻ പക്കോടയാണ് ട്ടോ ഓർഡർ ചെയ്തത്. ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാണുന്ന ചിക്കൻ പക്കോടയ്ക്ക് ഒരു 30 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത് ട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതിലേക്ക് മയണൈസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. നമ്മൾ വേറൊരു കാര്യം കൂടി പറയാൻ വന്നതാട്ടോ. നമുക്ക് നമ്മുടെ ചാനലിൽ ഇപ്പോൾ മൊത്തത്തിൽ റീച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിവ് അവേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി മുതൽ വീഡിയോസിലൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗാഡ്ജറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇയർബഡ് ആണ് ട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഈ വീഡിയോ 10 ദിവസത്തിനുള്ളിൽ 5K ലൈക്ക് ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന കമൻസിൽ നിന്നും ഒരു വിന്നറെ നമ്മൾ കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുന്നതായിരിക്കും ട്ടോ. അപ്പോൾ എന്തായാലും ആ ഭാഗ്യശാലി നിങ്ങളാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളവിടുത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് തന്നെ മൈനസൊക്കെ എടുത്ത് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പോൾ നമ്മളങ്ങനെ ഫിനിഷ് ചെയ്ത് തോന്നുന്നു. അത് മഴയത്ത് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണല്ലോ, പ്രത്യേകിച്ച് പറയണ്ട. ഇവരെല്ലാം ഇങ്ങനെ ചില്ലും കൂട്ടി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പുറത്ത് നിൽക്കാൻ തോന്നുക. എന്തായാലും ഒന്ന് വണ്ടി സൈഡായി പോകും. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഇത് അതുപോലെ കഴിച്ചായിട്ടായിരുന്നു കേട്ടത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് ഈ വീഡിയോ കാണുമ്പോൾ 5 ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇത് അവൾക്കുള്ളതും പാഴ്സൽ വാങ്ങിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി കൂടി വാങ്ങിക്കേണ്ടിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മളിതാ പോവുകയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന് മരുന്ന് വാങ്ങിക്കാനുള്ള കാര്യം മറന്നത്. അങ്ങനെ നേരെ വേറെ സൈഡാക്കിയിട്ട് നമ്മൾ അവിടുന്ന് സാധാരണ വാങ്ങിക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോകുമ്പോഴും മഴയ്ക്ക് ഒരു ഒഴിവില്ല കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, ഫുൾ മഴ തന്നെയാണ്. വീട്ടിലെത്തി സേഫാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം.